ദേ ബബിള് നോക്കിക്കേ. വാ നമുക്കും പോവാ. ചേട്ടാ ഞങ്ങളും കൂടെ കളിക്കട്ടെ. ഇവരെണീറ്റോ? പോക്കുവാണോ? വാ കളിക്കാം. നിങ്ങൾ രണ്ടും കളിച്ചോ? അങ്ങനെ പറയാതെ നിങ്ങളും കൂടെ കളിക്കേ. നിങ്ങൾക്ക് ഭാരം കുറവല്ലേ? ഞങ്ങളുടെ ഇപ്പം കളിക്കാൻ പറ്റില്ല, വീഴും. ഭാരമോ? എന്നാ ശരി, വാ. എന്താ ബാനു ഇത്? അത് പിന്നെ അച്ഛാ, ഞങ്ങൾ കളിച്ചപ്പോ വീണതല്ലേ. ഒന്നും പറയണ്ട, ഇതൊക്കെ പെറുക്കിയെടുക്ക. രണ്ടുപേരും കൂടി കുറേശ്ശെ അകത്ത് കൊണ്ടുപോയി വയ്ക്ക്. പറ്റുന്നില്ല, കൈ നോവുന്നു. എനിക്കും പറ്റുന്നില്ല. ചെറുത് നോക്കി എടുക്ക, ഭാരം കുറവുള്ളത്. ഭാരമോ? ആ, ഇത് പിടിക്ക. അയ്യോ പറ്റുന്നില്ല. കണ്ടോ, ഭാരം കൂടുതലുള്ളത് പൊക്കാൻ നിങ്ങൾക്ക് പറ്റില്ല, ഭാരം കുറവുള്ളത് പൊക്കാനും പറ്റും. മനസ്സിലായോ? ഇനി വേഗം ഓരോന്ന് കൊണ്ടുപോയി വച്ചേ. ഹായ്. ഓ. അമ്മേ എന്താ എന്താ അമ്മേ ഈ ഭാരം? ഭാരമോ? ഇതിപ്പോ എവിടുന്ന് കിട്ടി? അത് ചേട്ടനുമായി സീസോ കളിച്ചപ്പോ ഞങ്ങൾ തെറിച്ചു വീണു. നിങ്ങളൊരു കാര്യം ചെയ്, ആ ചെറിയ പെട്ടികൾ രണ്ടെണ്ണം ഇങ്ങെടുത്തോണ്ട് വാ. അമ്മ ഒരു സൂത്രം കാണിച്ചു തരാം. ഈ പെട്ടിയിൽ ഒരു മുളകെടുത്ത് വെച്ചേ. ഇത് ബാനുവും ബബുലും ആണെന്ന് വിചാരിക്കും. ഇനി ഇതിലൊരു തക്കാളി വെക്ക്. ഇത് ചേട്ടനാണെന്ന് വിചാരിച്ചോ. ഇതൊരു കുഞ്ഞു ത്രാസ, നിങ്ങളുടെ സീസോ പോലെ. പക്ഷേ ഇതില് ഭാരം നോക്കാൻ പറ്റും. ത്രാസിൽ ഭാരമുള്ള വശം എപ്പോഴും താഴേക്ക് പോകും, ഭാരം കുറഞ്ഞ വശം മുകളിലേക്ക്. മുളകുള്ള പെട്ടിയേക്കാൾ തക്കാളിയുള്ള പെട്ടിക്ക് ഭാരം കൂടുതലായതുകൊണ്ട് തക്കാളിയുടെ വശം താഴോട്ട് പോയി. ഓ, അപ്പോ സീസോയിൽ നിന്ന് ഞങ്ങൾ വീണത് ചേട്ടനേക്കാൾ ഭാരം കുറവായത് കൊണ്ടാ അല്ലേ? അതെ. ഇതെന്താ താഴാത്തത്? ഇപ്പോ രണ്ട് വശത്തും ഒരേ ഭാരമല്ലേ? ഇപ്പൊ ഭാരത്തിന്റെ സൂത്രം മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ പോയി കളിച്ചോ. എന്തോ കിടക്കുന്നു. വാ അടുത്തേക്ക് പോയി നോക്കാം. ഹായ് പന്നി. ബബ്ലു ഇത് നോക്കിയേ, ഇത് നമ്മുടെ കുറുക്കൻ ചേട്ടന്റെയാ. ശരിയാണല്ലോ, നമുക്കിത് കൊണ്ടുപോയി കൊടുക്കാം. അതിന് നമുക്കിത് എടുക്കാൻ പറ്റുമോ? നല്ല ഭാരം ഉണ്ടാവില്ലേ? ആ, ഇത് എളുപ്പത്തിൽ പോക്കാം, ഇതിന് ഭാരമില്ല. ഇതെടുക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഇതിന് ഭാരമായോ? ഇനി എന്ത് ചെയ്യും? അല്ല, എന്താ കുട്ടികളെ ഇവിടെ നിൽക്കുന്നേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അത് ചേട്ടാ, ഒരു ചാക്ക് വെള്ളത്തിൽ വീണു, ഒന്ന് എടുത്തു തരുമോ? അതിനെന്താ, ഇത് പഞ്ഞിയാണോ? ഓ, ഇതിൽ വെള്ളം കയറിയല്ലോ, അതുകൊണ്ട് നല്ല ഭാരം.
ആഹാ, നിങ്ങളിത് കൊണ്ടുവന്നോ? വഴിയിൽ വീണുപോയതാ. ഞാൻ ഇത് തപ്പി ഇറങ്ങുകയായിരുന്നു. ഇതാകെ നനഞ്ഞല്ലോ. നല്ല ഭാരം. അല്ല, ഇതെങ്ങനെയാ നനഞ്ഞത്? ഓ, ഇനി ഉണക്കിയെടുക്കണമല്ലോ. കുട്ടികളെ, എന്താ കഴുതച്ചേട്ടാ? കഴുതച്ചേട്ടനെ ഒന്ന് സഹായിക്കണം. എന്തു പറ്റി? എന്റെ വണ്ടി വരുന്ന വഴി കുഴിയിലൊന്ന് വീണു. ഞങ്ങൾ സഹായിക്കാം. ഇതെങ്ങനെ എടുക്കണം? എന്തൊരു പാടാണ്. അതെ, ശരിക്കും പറ്റില്ലല്ലേ? സാരമില്ല, നിങ്ങൾ പൊയ്ക്കോ. ഇതിനെ നല്ല ഭാരമുണ്ട്. ഭാനു, രാവിലെ അമ്മ പറഞ്ഞത് മറന്നോ? ഭാരത്തിനെ കുറിച്ചല്ലേ? ബബ്ലു, അപ്പോ സാധനങ്ങൾ മാറ്റിയാൽ ഭാരം കുറയായിരിക്കും അല്ലേ? എനിക്കും അങ്ങനെ തോന്നുന്നു. വാ ചേട്ടാ, നമുക്ക് വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ മാറ്റി നോക്കാം. ബബ്ലു, ഇത് കണ്ടോ? ഇതെന്താ ചേട്ടാ? ഇതാണ് ത്രാസ്, ഭാരം നോക്കുന്ന സൂത്രം. അമ്മ പറഞ്ഞ സൂത്രം. അത് തന്നെ. തള്ളു തള്ളു ഹൈലേസ, ഉന്തി തള്ളു ഹൈലേസ. എന്റെ പിള്ളാരെ, ഞാൻ എന്തുമാത്രം വിഷമിച്ചോന്നറിയാമോ? ശരി ചേട്ടാ. ഞങ്ങളും കൂടെ കളിക്കട്ടെ? ഇനിയും വീഴാനാണോ? എന്നാ വന്ന് കളിച്ചു. തണ്ണിമത്തന്റെ കൂടെ വന്നപ്പോ ഞങ്ങളുടെ ഭാരം കൂടിയല്ലേ അമ്മേ?